വികസനം വില്ലനാണോ? വികസനം എന്ന മായാജാലത്തിന്റെ പേര് പറഞ്ഞ് കുടിയിറക്കപ്പെട്ട സ്വപ്നങ്ങളെ നിങ്ങൾ എവിടെ കുഴിച്ചു മൂടും? സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾക്ക് മുമ്പിൽ സ്വസ്ഥതയോടെ കയറിയിരിക്കാൻ ഒരു പൊളിഞ്ഞ മുറി പോലും അവശേഷിക്കാത്ത ജനതയെ നോക്കി നാം എന്തു പറയും? രാഷ്ട്രീയത്തിന്റെ രാക്ഷസ കരനീട്ടി പകൽ വെളിച്ചത്തിൽ നിൽപ്പിടങ്ങളെ പിച്ചു ചീന്തുന്ന പ്രവണത നിങ്ങൾ എന്ന് അവസാനിപ്പിക്കും? ആവർത്തിച്ചു വരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ചുരുക്കത്തിൽ, വികസനം വില്ലനാണോ എന്ന വാദത്തിന് മുഖവിലക്കെടുക്കേണ്ട പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ദ ഡെവലപ്മെന്റ് ഷുഡ് ബി വെൽഫെയർ ഓഫ് ഹ്യൂമാനിറ്റി, നോട്ട് ഫോർ മെറ്റീരിയൽ ഗെയിൻ. പല വിനേനയുള്ള പാരിസ്ഥിതിക ആഘാതത്തിൽ നിന്ന് മനുഷ്യർ വീർപ്പുമുട്ടുമ്പോൾ അതിന്റെ കാരണങ്ങളിലേക്കുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം. WHO 2024 ഇറങ്ങിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ലോക ജനസംഖ്യയുടെ 99% ജനങ്ങളും മലിനവായു ശ്വസിക്കുന്നവരാണ് എന്ന്. പ്രതിവർഷം 1.6 മില്യൺ ജനങ്ങളാണ് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട രോഗത്താൽ മരിക്കുന്നത്. അതേപോലെ തന്നെ വനനശീകരണം നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ 2.5% വനമാണ് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത്. ഇത് കാരണമായി കാലാവസ്ഥാ വ്യതിയാനവും ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സമാനമായ കാഴ്ചയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആമസോൺ കാടുകളിലും കാണാൻ സാധിക്കുന്നത്. വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മരങ്ങൾ മുറിച്ചു ചെയ്യുന്നു. അത് കാരണത്താൽ അവിടുത്തെ ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജലം, നദികളിലെയും തടാകങ്ങളിലെയും ജലം പ്ലാസ്റ്റിക് കൊണ്ടും മാലിന്യം കൊണ്ടും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗയും യമുനയും ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ 70% ജലവും കുടിരഹിതമായി മാറിക്കഴിഞ്ഞു. അനിയന്ത്രിതമായ വികസന സങ്കല്പങ്ങൾ പാരയാകുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലാണ്. മനുഷ്യർ അതിർത്തി നിർണയിച്ചുകൊണ്ട് നിർമ്മിച്ച 6 വരി പാതയും കൃത്യമായ വ്യക്തമായ പഠനങ്ങളില്ലാതെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അമരാവതിയുടെ ചരിത്രവുമൊക്കെ നമുക്കറിയാവുന്നതുമാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിച്ചത് നാം അടങ്ങുന്ന സാമൂഹിക വ്യവസ്ഥയുടെ അപകടങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കരുതലാണ് നാളെ നിർമ്മിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പരിസ്ഥിതിയെ മാനിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് കാലം ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വികസനം പരിസ്ഥിതി നാശം എന്ന ധാരണയിൽ നിന്നും വികസനം പ്ലസ് സംരക്ഷണം എന്ന സമീപനത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട്. പാരിസ്ഥിതിക സ്വാധീന പഠനം EIA നിർബന്ധമാക്കണം. ജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. അനധികൃതമായിട്ടുള്ള ഖനനങ്ങൾ ശിക്ഷിക്കപ്പെടണം. റീസൈക്കിൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. സീറോ വേസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സ്വാധീനത്തോടുകൂടെ സഹകരണത്തോടുകൂടെ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ക്യാമ്പസുകളിലും കലാലയങ്ങളിലും കൃത്യമായ പാരിസ്ഥിതിക പഠനം ഉറപ്പുവരുത്തണം. തീരപ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ റെഗുലേഷൻ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പിലാക്കണം. ഭരണമാറ്റം അതൊരു വലിയ പ്രശ്നമാണ്. അതാണല്ലോ നമുക്ക് അമരാവതിയിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് അമരാവതിയിൽ സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിറ്റി ആവേണ്ടിയിരുന്ന സ്ഥലമായിരുന്നു അമരാവതി. ദ സിംഗപ്പൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടേണ്ടിയിരുന്ന സ്ഥലം. 28,000 കൃഷി തൊഴിലാളികളാണ് അവരുടെ സ്ഥലങ്ങൾ ഈ പദ്ധതിക്കായി വിട്ടുകൊടുത്തത്. ഈ പദ്ധതിക്ക് വിട്ടുകൊടുത്ത സമയത്ത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു അവസ്ഥയിലേക്കാണ് അവസാനം എത്തിച്ചേരുക എന്ന്. ഒരു പൊളിറ്റീഷ്യൻ്റെ ഈഗോ കൊണ്ട് മാത്രം 28,000 ഏക്കറിൽ പടർന്ന് പന്തലിക്കുന്ന ഈ ഒരു വികസനം പാതി വഴിയിലാവുകയാണ്. വികസനം എന്നത് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളെയും ചീറിപ്പായുന്ന കാറുകളെയും നിർമ്മിക്കലല്ല. ഡെവലപ്മെൻറ്റ് കൺട്രിയിൽ അങ്ങനെ ആയിരിക്കാം. ഡെവലപ്മെൻറ്റ് കൺട്രി അല്ലാത്ത സ്ഥലത്ത് വികസനം എന്ന് പറയുന്നത് പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കലും, വിശക്കുന്നവന് അന്നം കൊടുക്കലും, വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കലും, ജോലി ഇല്ലാത്തവന് ജോലി കൊടുക്കലുമാണ്. അതാണ് വികസനം. അവസാനമായി പറയാനുള്ളത്, ദ നേച്ചർ ഹാവ് ഇനഫ് ടു മീറ്റ് നോട്ട് അവർ ഗ്രേഡ്. നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ പ്രകൃതിയിൽ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ അത്യാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ പ്രകൃതിയിൽ ഒന്നും തന്നെ ബാക്കിയില്ല.